ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എന്ത് ചെയ്യുന്നുവോ അത് തന്നെയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ കർമ്മഫലം അഥവാ കാർമിക് എനർജി വർക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും. നെഗറ്റീവിന് നെഗറ്റീവും പോസിറ്റീവിന് പോസിറ്റീവും. അത് നല്ല നമ്മൾ എന്താണ് ചെയ്യണത് അത് നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു 3 വർഷം. അപ്പോൾ അവിടെ ആദ്യം ഒരു വർഷത്തോളം സാധാരണ ഡിസൈനറായിട്ട് വർക്ക് ചെയ്തു. അതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു PA അതുപോലെ ഒരു അസിസ്റ്റൻ്റായിട്ട് വർക്കിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഇതിലൊരു പയ്യനുണ്ടായി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കയറിയ ജോലി, അവിടെ കിട്ടിയ അംഗീകാരം, പൊസിഷൻസ്, അതെല്ലാം എന്നെ അഹങ്കാരിയാക്കി എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ജീവിതത്തിൽ വലിയ കടബാധയും തകർച്ചയൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് ജോലി കയറി വിശ്വാസമാണ് പറയുന്നത്. അന്ന് എനിക്ക് 19 വയസ്സുള്ളൂ. 19 വയസ്സിൽ ആദ്യമായിട്ട് ജോലി കയറി. 20 വയസ്സായ സമയത്ത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു PA, ഒരു പയ്യൻ. അപ്പോൾ ആ പയ്യനോടുള്ള എൻ്റെ ബിഹേവിയറും പെരുമാറ്റവും എല്ലാം ഭയങ്കര അഹങ്കാരം നിറഞ്ഞായിരുന്നു. എനിക്കത് നന്നായിട്ട് അറിയാം. കാരണം ഞാനിരിക്കുന്ന ടേബിളിൻ്റെ ജസ്റ്റ് കയ്യെത്തിയ അത്രയും ദൂരത്തിലാണ് അവൻ്റെ ടേബിൾ. അപ്പോൾ ഞാനിരിക്കുന്ന ടേബിളിൽ എനിക്ക് എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളം, അങ്ങനെ പലതും. എനിക്ക് കുടിക്കാനുള്ള ഈ വെള്ളം ഈ പയ്യനെ ഞാൻ വിളിച്ചിട്ട്, ജയൻ എന്ന പേര്, ജയൻ ഇങ്ങനെ വന്നേ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തെന്ന് പറയും കുടിക്കാൻ. എൻ്റെ അടുത്തിരിക്കുന്ന ബോട്ടിൽ എനിക്ക് തന്നെ എടുത്ത് കുടിക്കാവുന്ന ഇതാ ശരിക്കും. പക്ഷെ എന്നിട്ട് പോലും അവനാ ഇരിക്കണ കസേരയിൽ നിന്ന് എണീപ്പിച്ചിട്ട് എൻ്റെ അസിസ്റ്റൻ്റ് എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ട് ഞാനതിങ്ങനെ, എനിക്ക് തോന്നുന്നു ഒരു 3 വർഷമാണ് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് വെച്ചാൽ 3 വർഷത്തിൽ 2 വർഷത്തോളം ഇത് തുടർന്നിരുന്നു. ഞാനിപ്പോൾ കർമ്മഫലത്തെക്കുറിച്ച് അല്ലെങ്കിൽ കാർമിക് എനർജിനെക്കുറിച്ച് നമ്മൾ ചെയ്തത് തിരിച്ചു കിട്ടുമെന്ന് പറയുന്നതിനെക്കുറിച്ച് പറയാൻ പോയ കുറേ ഉദാഹരണങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം, കുറേ സംഭവങ്ങളുള്ളതിൽ അത് മാത്രമാണ് ഞാനിപ്പോൾ പറയണം. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ആ ജോലിയൊക്കെ പോയി ഞാൻ ബിസിനസ് ചെയ്ത്, ഞാൻ വലിയ ചിട്ടി കമ്പനി, ഫുഡ് പ്രോഡക്റ്റ് സപ്ലൈയും ഫൈനാൻസും അഡ്വർടൈസിങ് ഏജൻസിയും അങ്ങനെ വലിയ വലിയ സെറ്റപ്പിലോട്ടൊക്കെ ആയി പിന്നീട്. അപ്പോൾ ഞാൻ ഈ ജോലിയൊക്കെ നിർത്തി. എൻ്റെ കൂടെ അന്നേരം ഒരു PA ആയിട്ടൊരു പയ്യനൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കടക്കിണിയിലായി നാട് വിട്ടുപോയി. വലിയ കുരിശുമൊക്കെ അനുഭവിച്ച് അങ്ങനെ കഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ ഞാനൊരു ഇരുമ്പ് കടയിൽ ജോലിക്ക് പോയി. ആ ജോലിക്ക് പോയപ്പോൾ ആ ഇരുമ്പ് കട എന്ന് പറഞ്ഞാൽ വലിയ ഗോഡൗണിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കണ, എൻട്രൻസിൽ തന്നെ ഓഫീസും അതിനോട് ചേർന്ന് ഗോഡൗണും. അതായത് നമുക്ക് ആ ഓഫീസ് സെക്ഷനിൽ നിൽക്കുമ്പോൾ തന്നെ ഗോഡൗൺ കാണാം. വലിയ ബിൽഡിങ്ങിൻ്റെയൊക്കെ നീളം കമ്പികൾ, ഇരുമ്പിൻ്റെ കമ്പികളൊക്കെ വിൽക്കുന്ന ഒരു വലിയ ഷോപ്പ്. അപ്പോൾ ഷോപ്പിലോട്ട് കയറുമ്പോൾ തന്നെ പഴഞ്ചൻ രീതിയിലുള്ള ഒരു മുതലാളി, ആ മുതലാളിയുടെ അനിയൻ, അവർ രണ്ടുപേരും പാർട്ണർഷിപ്പിലാണ് ആ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ആ മുതലാളി ഇരിക്കണതിൻ്റെ അടുത്ത് തന്നെ ഒരു ടേബിളുണ്ട്. ആ മുതലാളി അവിടെ ഇരിക്കുമ്പോൾ ഓൾറെഡി ഞാനും അതുപോലെയുള്ള വേറെ സ്റ്റാഫുകൾ ഇരിക്കുന്നത് ഈ നീളത്തിൽ കമ്പി ഇട്ടിട്ടുണ്ട് കുറേ. അതിൻ്റെ അറ്റത്താണ് ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലം. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്ന് കമ്പ്യൂട്ടർ ഇടയിൽ കൂടി നടന്ന് അപ്പുറത്ത് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് നമ്മളെ ഇങ്ങനെ വിളിക്കും. അപ്പോൾ വലിയ മുതലാളി 2 കൈയടിച്ചിട്ട് എന്നെ വിളിക്കണത് എന്നെ ആയിരിക്കും. ബാക്കിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിന് മാനേജ് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട്, അവരെ ഡീൽ ചെയ്യണം. ഈ മുതലാളിയുടെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യണം. ഒന്ന് ആലോചിക്കണം, വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ടായി. ഞാനിപ്പോൾ കർമ്മഫലം കൊണ്ടിട്ട് വേറൊരു മുതലാളിയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ആ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ മുതലാളി ഇത്രയും ദൂരത്താണ് നിൽക്കണേ, ഇത്രയും ലെങ്ത്താണ്. അപ്പോൾ ഇയാൾ കൈയടിച്ചിട്ട് വിളിക്കും, ഈ മുതലാളി കൈകൊണ്ട് കാണിക്കും. അപ്പോൾ ഞാൻ നടന്ന് ഈ കമ്പ്യൂട്ടർ ഇടയിൽ കൂടി നടന്നു വരും. അപ്പോൾ എനിക്ക് എന്താ സാർ ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കും, ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എൻ്റെ മൈൻഡിൽ. അങ്ങനെ വെള്ളം എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചു, ഇതെന്താണ്. ഞാൻ ആ വെള്ളം എടുത്ത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നടന്ന് കമ്പ്യൂട്ടർ ഇടയിൽ കൂടി പോയി അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും പുള്ളി കൈയടിക്കും. വാ ഈ അലമാരി ഒന്ന് സിഗരറ്റ് എടുത്തേ. അപ്പോൾ സിഗരറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പോയി കുറേ കഴിയുമ്പോൾ പറയും, പിന്നെയും കൈയടിച്ച് വിളിക്കണോ, പോയി കരിക്ക് മേടിച്ചിട്ടുണ്ടോ. അപ്പം കുറേ നടന്നു വേണം കരിക്ക് മേടിക്കാൻ. കരിക്ക് മേടിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും 10 മിനിറ്റ് കഴിയുമ്പോൾ പറയും, ആ അതെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, പോയി 2 ചായ മേടിച്ചിട്ടുണ്ടോ. അപ്പം ഞാൻ വിചാരിക്കും ഇത് എല്ലാം കൂടി ഒറ്റയടിക്ക് ഇയാൾ പറഞ്ഞാൽ പോരെ എന്നൊക്കെ ഞാൻ അന്നേരം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം എവിടെയോ ഇരിക്കുമ്പോൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ച് പോയപ്പോഴാണ്, ഞാൻ പണ്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ എനിക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. അവിടെ ആ ജയൻ എന്ന് പറഞ്ഞ പയ്യനോട്
എൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടായ വെള്ളം എനിക്ക് തന്നെ എടുത്ത് കുടിക്കാമായിരുന്നിട്ടും ഞാൻ അവനെ കൊണ്ട് കുടിപ്പിക്കുന്നു. പക്ഷെ അവൻ എൻ്റെ തൊട്ടടുത്ത് എഴുതേച്ചു. അത് എനിക്ക് തിരിച്ചു കിട്ടിയത് എങ്ങനെയാണ്? ഞാൻ ഈ കമ്പനിയുടെ ഇടയിൽ കൂടി ദൂരെ നടന്നു തന്നെ. ഇവിടെ മുതലാളിയുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് വെള്ളം, എന്നിട്ട് ഞാൻ എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് എനിക്ക് തിരിച്ചു കിട്ടിയെന്നുണ്ടാകും. അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ. ഈ കർമ്മഫലം നല്ലതല്ലാണ്ടാണ് നമുക്ക് അഹങ്കാരം വരുമ്പോൾ. മനുഷ്യർക്ക് ഡെവലപ്മെൻറ്റ്സ് വരുമ്പോൾ നമ്മോട് പോലും അറിയാതെ നമ്മളിൽ കയറുന്ന ഭീകര ശത്രു നമ്മളെ തകർക്കണ ഭീകര ശത്രുവാണ് നമ്മളുള്ള അഹങ്കാരം. ഈ അഹങ്കാരം നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. നമുക്ക് ഹൈലി അഹങ്കാരം വരുമ്പോൾ നമ്മൾ ഓക്കെ ആണെന്ന് നമ്മൾ വിചാരിക്കണം. എല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണെന്ന്, അർഹതപ്പെട്ടതാണ്, എൻ്റെ പൊസിഷൻ ഇതാണെന്നും, അപ്പോൾ അതിലെന്താ കുഴപ്പം, അവന് ശമ്പളം കൊടുത്തിട്ടല്ലോ നിർത്തണം, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുള്ളൂ. പക്ഷേ ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഡീലിങ് നമ്മളുടെ ഭാഗത്ത് വരും, നമ്മളറിയില്ല. അതാണ് നമ്മളുടെ തെറ്റായ പ്രവൃത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഒരാളോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, അത് നമുക്ക് ഉറപ്പായിട്ടും തിരിച്ചു വന്നിരിക്കും. അപ്പോൾ കർമ്മഫലം എന്ന് പറഞ്ഞത് നിസ്സാര കാര്യമില്ല. ഞാനിപ്പോൾ ചെറിയൊരു കാര്യം പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ വലിയ കടബാധ വരാൻ കാരണം. എൻ്റെ ജീവിതത്തിൽ നല്ല ബിസിനസ്സൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അഹങ്കാരം ഉണ്ടായി. ഞാൻ പറഞ്ഞില്ല, ഞാനും ഇതുപോലെ ഒരു പണ്ട് കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ അസിസ്റ്റൻ്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാനും ഒരു അസിസ്റ്റൻ്റ് വെച്ചു, ഒരു ആവശ്യമില്ലാണ്ട് പോലും. എനിക്കൊരാളുടെ ആവശ്യമില്ല അങ്ങനത്തെ. എന്തിനു പറയുന്നു, ഇന്നിപ്പം നമ്മൾ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് എല്ലാവരുടെയും കയ്യിലുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എസ്കോട്ടൽ എന്ന് പറയുന്ന കമ്പനി, അഥവാ ഇന്നത്തെ ഐഡിയ, അതാണ് ഇന്നത്തെ ഐഡിയ എന്ന എസ്കോട്ടലാണ് ആദ്യമായിട്ട് മൊബൈൽ ഫോൺ കമ്പനി എൻ്റർ ചെയ്തവരാണ്. അവർ ഇത് ഇറങ്ങിയ സമയത്ത് തന്നെ ഈ മൊബൈൽ ഫോൺ ഒരാവശ്യമില്ല, എന്നിട്ട് പോലും ഞാൻ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ ഒരാവശ്യമില്ലാണ്ട് ഞാൻ വാങ്ങിച്ചെന്തിനാ? ഷോ ഓഫ് കാണിക്കാൻ, ആൾക്കാരുടെ മുമ്പിൽ വലിയ ആളാണെന്ന് കാണിക്കാനും ഭയങ്കര പൈസക്കാരനാണെന്ന് കാണിക്കാനും ഒക്കെയുള്ള മൈൻഡായിരുന്നു അന്ന്. അന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല. എൻ്റെ അഹങ്കാരത്തിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഞാൻ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. അപ്പോൾ ആൾക്കാരുടെ മുമ്പിൽ എല്ലാം ഞാൻ ഡീൽ ചെയ്യണതെല്ലാം അഹങ്കാരം എന്ന് പറഞ്ഞ ഡീലിംഗ് ആയിരുന്നു. അത് തിരിച്ചെനിക്ക് പണി തന്നെന്ന് പറയണ പോലെ തെറ്റായ എല്ലാ രീതിയിലും പോയി. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്തത് എന്താണ് അത് തന്നെ എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ ചെയ്തതെല്ലാം അഹങ്കാരം നിറഞ്ഞതും, മറ്റുള്ളവർ അംഗീകരിക്കാത്തതും, മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്യണതും, ഒരാൾക്ക് പുല്ല് വില കൊടുക്കാത്തതുമായ ലൈഫ് സ്റ്റൈലായിരുന്നു അന്നേരം. അതെനിക്ക് തിരിച്ചടിച്ചെന്ന് പറയാം. അങ്ങനെ സീറോയിപ്പോയി, തകർന്ന തരിപ്പണവും എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ജീവിതത്തിൽ ചണ്ടണ്ട അവസ്ഥയിലും എല്ലാവരും ഒറ്റപ്പെടുത്ത അവസ്ഥയിലൊക്കെ പോയി. ആ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച എക്സ്പീരിയൻസിൽ നിന്നാണ് ഇന്നത്തെ ഒരു ലൈഫ്. ഇന്നിപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇപ്പോൾ ആകുന്ന ഈ ഒരു ലൈഫ് സ്റ്റൈലിലോട്ടായത് കുറേയധികം എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ്. ഇന്ന് നമ്മൾ ഒരാളോട് ഡീൽ ചെയ്യുമ്പോഴാണെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിലും വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യണം. കാരണം ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയില്ല, അതുപോലത്തെ അവസ്ഥയാണ്. ഞാൻ അത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യണത് അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. നമ്മുടെ നന്മ ചെയ്താൽ നന്മ കിട്ടും, തിന്മ ചെയ്താൽ തിന്മ കിട്ടും. അപ്പോൾ ആൾക്കാർ പറയണ പോലെ ദൈവം ദുഷ്ടനെപ്പനെ പോലെ വളർത്തുന്നു, തിന്മ ചെയ്യണമായിരിക്കും ദുഷ്ടന്മാരിക്കും ഒന്നും വരികയില്ലെന്ന്. അത് വെറും തെറ്റിദ്ധാരണയാണ്. ഈ ഭൂമിയിൽ മരിക്കണതിന് മുമ്പ് ഏതൊരാൾ ചെയ്യണ കർമ്മഫലം അനുഭവിക്കും. പക്ഷെ ആ അനുഭവിക്കണത് പബ്ലിക്ക് അറിയണമെന്നില്ല, അല്ലെങ്കിൽ അയാളുടെ ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് മനുഷ്യരറിയുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ ഒരാളുടെ മനസ്സിൽ അനുഭവിക്കണ വേദനയുണ്ട്. ആ വേദന പബ്ലിക്ക് ഒരിക്കലും അറിയണമെന്നില്ല. അയാൾ മാത്രം നിക്ഷിപ്തമായി, അയാളിൽ മാത്രം ഉണ്ടാകുന്ന ദുഃഖം ഈ ലോകത്ത് ഒരാൾ പോലും അറിയാണ്ട് അയാൾ മരിക്കുമ്പോൾ അയാൾക്ക് മാത്രമുള്ള കുറേ സ്വകാര്യ ദുഃഖങ്ങൾ ഒരാളോട് പോലും ഷെയർ ചെയ്യാൻ പറ്റാത്തത്രയും മാനസികമായിട്ട് തകർന്ന് മരിക്കുന്ന ആൾക്കാരുണ്ട്, ഈ പറഞ്ഞ ദുഷ്ടന്മാർ. അപ്പോൾ അത് നോക്കുമ്പോൾ ആൾ ചിലപ്പോൾ റിച്ച് ആയിട്ടുള്ള അവസ്ഥയിരിക്കും, വേറെ പ്രശ്നങ്ങളായിട്ട് വന്നില്ല. ആൾക്കാരുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി കുറേ തകർച്ചകളും ആരോഗ്യപരമായിട്ട് കുറേ തകർച്ചകളും സാമ്പത്തികമായിട്ട് തകർച്ചകളും വരുമ്പോഴാണ് ഒരാൾ തകരുന്നത്. മാനസികമായിട്ട് തകരണത് ഒരാൾക്കും ചിലപ്പോൾ ഗസ് ചെയ്യാൻ പറ്റില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. ഏതൊരാളും ചെയ്യണത് അയാൾ അനുഭവിച്ചിരിക്കും. നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത. അത് അനുഭവിക്കേണ്ട ആർക്കും ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റില്ല എന്നുള്ളതിൽ ഒരു സംശയമില്ല. അത്ര എക്സ്പീരിയൻസ് എനിക്ക് ഇതിൻ്റെ അത്ര. എന്തായാലും വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.